മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതീയ പൈതൃക സന്ദേശപ്രകാരം മനുഷ്യ ജീവിതത്തെ 4 ആശ്രമങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് ബ്രഹ്മചര്യാശ്രമം. പഠിക്കാനും ജീവിതത്തിൽ മുമ്പോട്ട് പോകാനുള്ള അറിവ് നേടാനുമെല്ലാമുള്ള കാലമാണ് ബ്രഹ്മചര്യം. അത് കഴിഞ്ഞ് ഗൃഹസ്ഥം, ഭാര്യാഭർത്താക്കന്മാരായി ജീവിച്ച് നല്ല സന്തതികൾക്ക് ജന്മം നൽകി 10, 50, 55, 60 സന്യാസം. കുറേ കാര്യങ്ങൾ വേണ്ട, ജീവിതത്തിൽ അപ്പുറത്തേക്കുള്ള യാത്ര. അത് കഴിഞ്ഞ് വാനപ്രസ്ഥം. പിന്നെ വീട് വിട്ടിറങ്ങി സമൂഹത്തിന് നന്മ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ, ഓരോ ദേശത്തും ചെന്ന് താമസിച്ച് അവിടെയുള്ള പാവങ്ങൾക്കും വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും വേണ്ടി പ്രവർത്തിക്കുക. ആവശ്യമെന്ന് തോന്നുന്ന പക്ഷം ഇടയ്ക്കൊന്ന് വീട്ടിലേക്ക് വരാം. സ്ഥിരമായിട്ട് കാട്ടിലേക്കോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വീട് വിട്ടോ പോകുന്നതല്ല. അതാണ് ശരിക്ക് വാനപ്രസ്ഥം. സന്യാസം എന്ന് പറയുമ്പോൾ ഉപേക്ഷിക്കുക. ജീവിതത്തിലെ ആഡംബരങ്ങൾ, അവകാശങ്ങൾ, അധികാരങ്ങൾ, നമ്മളുണ്ടാക്കിയ സമ്പത്ത്, അതെല്ലാം നമ്മൾ ഈ യാത്രയിൽ വേണ്ട എന്ന് വെക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കണം. കാരണം അന്ത്യയാത്ര എന്നുള്ളതുകൊണ്ട്. അങ്ങനെ ഒന്ന് നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ടാവണം. LK അദ്വാനിക്ക് BJPയുടെ സമുന്നത നേതാവ്, ഒരുപക്ഷെ BJPയെ ഈ നിലയിൽ എത്തിച്ചത് അദ്ദേഹമാണ് എന്നെല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ അറിയേണ്ടവർക്കറിയാം. അദ്ദേഹത്തിന് പ്രായമായി, പ്രധാനമന്ത്രി ആവണമെന്നൊരു മോഹം നന്നായിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ആ സ്ഥാനത്ത് നിന്ന് പതുക്കെ മാറ്റി ഇന്നത്തെ പ്രധാനമന്ത്രി അധികാരമേറ്റു. അതേസമയത്ത് LK അദ്വാനി അല്പമൊന്ന് മാറ്റി. പത്രമാധ്യമങ്ങളും ബുദ്ധിജീവികളും രാഷ്ട്രീയ എതിരാളികളുമെല്ലാം അതിശക്തമായിട്ട് BJPയിലെ ഭരണാധികാരികളെ എതിർത്തു. എങ്കിലും വളരെ 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 മാന്യമായ രീതിയിൽ മാത്രമാണ് LK അദ്വാനി പെരുമാറിയത്. അദ്ദേഹത്തിന് ഉപദേശക സമിതിയിലെ ചെയർമാനായിട്ട് കൊടുത്തു. ആവശ്യമുള്ള രീതിയിൽ ഉപദേശം കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും ആരും അന്വേഷിച്ചില്ല. പക്ഷേ ഏത് ധന്യമായിട്ടുള്ള മീറ്റിങ്ങുകളിലും അദ്ദേഹം സ്റ്റേജിലുണ്ടാവും. മിക്കവാറും സൈലന്റ് ആയിരിക്കും. വല്ലതും വേണമെങ്കിൽ തന്നെ മിനിമമേ സംസാരിക്കുള്ളൂ. സമൂഹത്തിന്റെ മുമ്പിൽ LK അദ്വാനി എന്ന മനുഷ്യൻ തനിക്ക് അധികാരത്തിന് വേണ്ടി, അവകാശത്തിന് വേണ്ടി, പ്രധാനമന്ത്രി പദത്തിന് വേണ്ടിയിട്ട്, രാഷ്ട്രീയ നേതൃത്വത്തിന്റെ മുകളിൽ നിൽക്കാൻ വേണ്ടിയിട്ട്, നിരന്തരം പത്രമാധ്യമങ്ങളിൽ ചിത്രം വരാൻ വേണ്ടിയിട്ട്, പത്രപ്രസ്താവനകൾ ഇറക്കി അതിലൂടെ ഇഷ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അത് തന്നെ എതിരാളികൾക്ക് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമായി. പക്ഷേ ഇതിൽ നിന്ന് തികച്ചും ഭിന്നമായിട്ട് 93, 94 വയസ്സായിട്ടുള്ള ശ്രീ VS അച്യുതാനന്ദൻ, അത്ഭുതം തോന്നാറുണ്ട്. തയ്യൽക്കാരനോ ബീഡി തെറുപ്പുകാരനോ തുടങ്ങിയ വളരെ താഴ്ന്ന ലെവലിൽ നിന്ന് ഉയർന്നു വന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയായി ഇപ്പോ പരസഹായമില്ലാതെ കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റില്ല എന്ന അവസ്ഥ, ശരീരത്തിൽ നിന്ന് പലതും പുറത്തേക്ക് പോകുന്നത് തന്നെ നിയന്ത്രണമുണ്ടോ എന്ന് ചിലർക്ക് സംശയം തോന്നുന്ന അവസ്ഥ, ഒരു സ്റ്റെപ്പ് കയറാൻ പോലും പറ്റാത്ത അവസ്ഥ, ആരെങ്കിലും എഴുതി തന്നത് വായിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ,
ഇങ്ങനെയെല്ലാം 93-ാമത്തെ വയസ്സിലും മുഖ്യമന്ത്രിയാവുമെന്ന് തന്നെ ധരിച്ച് ഇലക്ഷന് നിന്നു. പറ്റാവുന്നിടത്തോളം പ്രസ്താവനകൾ ദിവസവും എതിരായിട്ട് ഇറക്കുന്നുണ്ട്. അതിനെതിരെ അതിശക്തമായ രീതിയിൽ പോളിറ്റ് ബ്യൂറോയിൽ മൈൽഡായിട്ടും അല്ലാതെയും എതിർപ്പുകൾ അകത്തും പുറത്തുനിന്നും ഉണ്ടാവുന്നുണ്ട്. പിന്നെ എല്ലാവരും കാണിക്കത്തക്ക വിധത്തിൽ പാർട്ടി മീറ്റിങ്ങുകളിൽ നിന്ന് വാക്കൗട്ട് നടത്തുന്ന മാതിരി ഇറങ്ങിപ്പോകുന്നുണ്ട്. ഏത് കാര്യത്തിനും വേണ്ടതിനും വേണ്ടാത്തതിനും അഭിപ്രായം പറയുന്നുണ്ട്. ഇങ്ങനെല്ലാമായിട്ടും ഈ കേരളത്തിലെ ജനതയുടെ മനസ്സിൽ അധികാരത്തിനും കസേരയ്ക്കും വേണ്ടി പ്രവർത്തിക്കരുതെന്ന് പറഞ്ഞിരുന്ന ഒരു പാർട്ടിയിലെ ഏറ്റവും പ്രായമായ നേതാവ് ആ അധികാരത്തിനും കസേരയ്ക്കും അവകാശത്തിനും സപ്പോർട്ടിംഗ് സ്റ്റാഫിനും ഗവൺമെന്റിൽ നിന്ന് ഒരു പ്രയോജനവുമില്ലാതെ ജനങ്ങളുടെ ടാക്സിന്റെ പൈസ വാങ്ങിക്കുന്നതിന് ഒരു ചളിപ്പുമില്ലാത്ത വിധത്തിൽ തന്റെ പെൻഷൻ കൂടാതെ ശമ്പളം, പിന്നെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഒരു ഡസനിൽ കൂടുതൽ ആൾക്കാർ, ഇതെല്ലാം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ എന്താണ് ചെയ്യുന്നത് എന്ന് ചിന്തിക്കാനുള്ള മനസ്സ് പോലുമില്ലാതെ തൻ്റെ തന്നെ ബന്ധുവായിട്ടുള്ളൊരു പട്ടാളക്കാരന് 2.5 ഏക്കർ കൊടുത്തതിൻ്റെ കേസ് അടിച്ചൊതുക്കി, തൻ്റെ തന്നെ മകന് PhD ഉണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ ഇപ്പോഴും അറിഞ്ഞുകൂടാ, തൻ്റെ മകന് ഏതോ ഒരു വലിയ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഡയറക്ടറാക്കിയിട്ട് അപ്പോയിന്റ് ചെയ്തു, വഴിവിട്ട അദ്ദേഹത്തിന് ആ സ്ഥാപനത്തിന് പൈസ കൊടുത്തു. അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു വശത്ത് കിടക്കുമ്പോൾ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ കോടതിയെ സമീപിക്കരുത് എന്ന് കോടതി ശക്തമായിട്ട് വിമർശിച്ചു. ഇദ്ദേഹത്തിൻ്റെ പലർക്കുമെതിരെയുള്ള കേസ്, അവനവന്റെ കൂട്ടത്തിലുള്ളവര് അവനവൻ ചെയ്യുന്ന തിന്മകളെയൊക്കെ മാറ്റിവെച്ച് ലോകത്തിൽ തിന്മ ചെയ്യുന്നവർക്കെതിരെ കോടതി കേസിലും അല്ലെങ്കിൽ പത്രപ്രസ്താവനകളും മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കാൻ ഒരു ചളിപ്പുമില്ലാത്ത രീതിയിലിരിക്കുക. പോളിറ്റ് ബ്യൂറോയും രാഷ്ട്രീയ പാർട്ടിയുടെ മീറ്റിങ്ങിലും മകൻ അച്ഛന് വേണ്ടിയിട്ട് കത്തുകൾ കൊടുക്കുക, ഓരോരുത്തരുടെ കാല് പിടിക്കുക. ഈ 93-ാമത്തെ വയസ്സിലും ഇതിപ്പോഴും തുടരുക. സെക്രട്ടേറിയറ്റിനകത്ത് തനിക്കൊരു ഓഫീസ് വേണം, സെക്രട്ടേറിയറ്റിനകത്ത് തനിക്ക് സ്റ്റാഫ് വേണം. ഇതെല്ലാം പറയുമ്പോഴും ഈ കേരളത്തിലെ 4 കോടി ജനത ഒന്ന് ചിന്തിക്കുന്നു, ഈ 93 വയസ്സായിട്ടുള്ള വ്യക്തിക്ക് എഴുതാനും വായിക്കാനും എഴുന്നേറ്റ് നടക്കാനും പരസഹായം വേണ്ട ഒരു വ്യക്തി എന്താണാവോ ഇത്രയും ശമ്പളം വാങ്ങിച്ചിട്ട് ഈ കേരളത്തിന് കൊടുക്കാൻ പോകുന്നത്? ഇനി അഥവാ ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന ഇല്ലാത്ത ഒരു പോസ്റ്റ് ഉണ്ടാക്കി അതിൽ മറ്റുള്ളവർക്ക് ശല്യമാകാത്ത വിധത്തിൽ പ്രതിഷ്ഠിച്ചപ്പോൾ തന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാനാണ് ഇങ്ങനെ ഒരു പ്രതിഷ്ഠ നടത്തിയത് എന്ന് ചിന്തിക്കാൻ പോലും പറ്റാതെ പോളിറ്റ് ബ്യൂറോ മൈൽഡായിട്ട് ശാസിച്ചു. 93 വയസ്സായിട്ടുള്ള ഒരു വ്യക്തിയെ മകന്റെയോ മകന്റെയോ പ്രായമുള്ളവർ ശാസിക്കുക, അത് പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുക, എന്നിട്ട് അതിൽ സന്തോഷമുണ്ടെന്ന് പറയുക, തന്നെ ശാസിച്ചാലും തല്ലിയാലും സന്തോഷമുണ്ടെന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ. എന്നിട്ട് ഇദ്ദേഹം അറിയത്തക്ക വിധത്തിൽ തന്നെ പാർട്ടിക്കകത്ത് ഇദ്ദേഹത്തിനെ ശക്തമായിട്ട് എല്ലാവരും അവഹേളിക്കുക. അതറിഞ്ഞിട്ടും തൊലിക്കട്ടിയുള്ളത് കൊണ്ടോ അകക്കട്ടിയുള്ളത് കൊണ്ടോ അതൊക്കെ സന്തോഷത്തോടുകൂടി ആസ്വദിക്കുക. എന്നിട്ട് അന്ത്യത്തിൽ തനിക്ക് IMGയിൽ ഒരു ഓഫീസ് കിട്ടിയപ്പോൾ അത് കാണാൻ പോയിട്ട് തൻ്റെ പ്രതിഷേധം അറിയിക്കുക, ഈ ഓഫീസ് തനിക്ക് പോരാ. ഒരൊറ്റ ചോദ്യം ജനത ചോദിച്ചു എന്ന് വിചാരിക്കുക, ഇത്രയുമെല്ലാം പാർട്ടിക്കകത്തും ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിനകത്തും അവഹേളിക്കപ്പെട്ട വയോവൃദ്ധനായിട്ടുള്ളൊരു വ്യക്തി, ആ വ്യക്തി ഭരണപരിഷ്കാര കമ്മീഷനിൽ പരിഷ്കാരം നടത്താൻ വേണ്ടി എന്തെങ്കിലും സജസ്റ്റ് ചെയ്താൽ ഇപ്പൊ ഭരിക്കുന്നവരടുത്ത 4.5 വർഷത്തേക്ക് ഇങ്ങേര് പറയുന്ന ഏതെങ്കിലും ഒരു സജഷൻ എടുക്കുമോ? അങ്ങനെ എടുക്കുമായിരുന്നു എങ്കിൽ ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാൻ ആകാതെ തന്നെ ആ സജഷൻ അങ്ങ് എഴുതി കൊടുത്താൽ പോരെ? ഇതെന്തിനാ ഒരു കമ്മീഷൻ വെച്ചിട്ട് ഭരണപരിഷ്കാരം നടത്താൻ വേണ്ടിയിട്ട് ഒരാളെ വെച്ചിട്ട് ഹ്യൂജ് 5-6 ശമ്പളം കൊടുത്ത് ഇങ്ങേര് പിച്ചും പെയ്യും പറയുന്ന മാതിരി ചില സജഷൻസ് കൊടുത്ത്
അത് മറ്റേവരെഴുതി ഇടയ്ക്കിടയ്ക്ക് പ്രസ് കോൺഫറൻസ് നടത്തിയിട്ട് അവനവൻ്റെ പാർട്ടിയെയും കൂട്ടത്തിലുള്ളവരെയും അവഹേളിച്ച് സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും ന്യായത്തിനു വേണ്ടിയാണ് താൻ നിൽക്കുന്നത് എന്ന് വരുത്തി തീർക്കാനും അതേ സമയത്ത് തൻ്റെ കൂട്ടത്തിലുള്ളവർക്ക് താൻ ചെയ്ത ഓരോ പ്രശ്നങ്ങളും വളരെ വ്യക്തമായിട്ട് മകനും മറ്റുള്ളവർക്കും വേണ്ടി ചെയ്തതെല്ലാം ഇന്നും മറക്കാത്ത കേരളീയർക്ക് സത്യം ധർമ്മം നീതി ന്യായം മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടിയിട്ടേ ഉള്ളൂ, അവനവൻ്റെ കാര്യത്തിൽ ഇതൊന്നും വേണ്ട എന്ന് ബോധ്യമാകുന്ന ലെവലിലേക്കും LK അദ്വാനിയെ മാറ്റിയപ്പോൾ അത് ശക്തമായിട്ട് വിമർശിച്ചു. അതിനേക്കാൾ സ്വയം നാണം കെടുകയും മറ്റുള്ളവരാൽ നാണം കെടുത്തപ്പെടുകയും ചെയ്യുമ്പോൾ ഒരല്പം ആണത്വവും ഇത്രയും പ്രായവും ആത്മാഭിമാനവും കുറച്ചൊക്കെ ആത്മവിശ്വാസവുമുള്ള വ്യക്തിക്ക് തനിക്കിതൊന്നും വേണ്ട എന്നൊന്ന് ചിന്തിച്ച് ഭംഗിയായിട്ട് പാർട്ടിക്ക് വേണ്ട നല്ല നല്ല ഉപദേശങ്ങളും കൊടുത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാർട്ടിയെ ശക്തിപ്പെടുത്താനായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ട് സാമാന്യം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് ശ്രീ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്ത് പാർട്ടിയിൽ അപസ്വരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അതിനെതിരെ അകത്തും പുറത്തും ശാന്തമായിട്ട് പ്രതികരിച്ച് തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താനായിട്ട് ശ്രമിപ്പിച്ച് അവരെ ചെന്ന് കണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തെറ്റുകൾ ജനങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കാൻ സാധിക്കില്ല, പത്രമാധ്യമങ്ങൾ അതെല്ലാം പുറത്തേക്ക് കൊണ്ടുവരും എന്നെല്ലാം ഉപദേശിക്കുന്ന ഒരു തറവാട്ടിലെ കാർന്നോരായിട്ടിരിക്കാൻ സാധിച്ചാൽ കേരളത്തിലെ ഏത് വിഭാഗം ജനതയും ആരാധിക്കുന്ന പ്രായമായ വ്യക്തിയാണ്. അതിനു പകരം ഇപ്പോഴും അധികാര കസേര, ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാൻ, 10-12 സ്റ്റാഫ്, താൻ ചെയ്യുന്നത് ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ചെയ്തികൾ എന്താണെന്ന് ലോകത്തിലെ ആർക്കും അറിയാത്ത അവസ്ഥ. അതിൻ്റെ പേരിൽ 10,000 രൂപ ശമ്പളം, പിന്നെ ഫാന്, പിന്നെ എയർ കണ്ടീഷൻ മുറി, വായിക്കാൻ ഒരാൾ, എഴുതി കൊടുക്കാൻ ഒരാൾ, ഇതെല്ലാം കൂടി പാവപ്പെട്ടവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ പരമോന്നത നേതാവ് അധികാരത്തിനും കസേരയ്ക്കും വേണ്ടിയിട്ട് വർക്ക് ചെയ്യരുത് എന്ന് പ്രഖ്യാപിച്ച് അത് നയമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു പാർട്ടിയിൽ ഒരു പ്രാവശ്യം മുഖ്യമന്ത്രിയായി പിന്നത്തെ പ്രാവശ്യവും എഴുന്നേറ്റ് ഒപ്പിടാനായിട്ട് ആരെങ്കിലും കയ്യ് നീക്കി കൊടുക്കേണ്ട അവസ്ഥയുള്ള ഒരു മനുഷ്യന്റെ ഗതികേടും ആ മനുഷ്യന് വേണ്ടിയിട്ട് പേപ്പറും റെക്കമെൻഡേഷനും കൊണ്ട് നടക്കുന്ന മകന്റെ ഗതികേടും ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചേർത്തപ്പെട്ട 10-15 സപ്പോർട്ടിംഗ് സ്റ്റാഫിന്റെ ഗതികേടും നിരന്തരം ഇങ്ങേര് പറയുന്നതെല്ലാം പത്രമാധ്യമങ്ങളിൽ എഴുതി പിടിപ്പിച്ച് അതും കൊണ്ട് നടക്കേണ്ട റിപ്പോർട്ടർമാരുടെ ഗതികേടും, ഇത് നിരന്തരം പാർട്ടിയുടെ ചിത്രം പത്രമാധ്യമങ്ങളിൽ വരാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനൊരു പാർട്ടിയുണ്ട്, നേതാക്കന്മാരുണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വേണ്ടതിനും വേണ്ടാത്തതിനും അക്ഷരം പെറുക്കി, വാക്കുകൾ പെറുക്കി, വരികൾ പെറുക്കി എന്താണ് പറയുന്നതെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ പത്രപ്രസ്താവനകൾ വായനയിലൂടെ നടത്തുന്ന ശ്രീ അച്യുതാനന്ദന് ഈ ലോകത്ത് നിന്ന് എന്നെങ്കിലും പോകണമെന്നൊന്ന് ചിന്തിക്കാൻ ആരെങ്കിലും പ്രേരിപ്പിച്ചിരുന്നെങ്കിൽ നന്നായേനെ. മറ്റു പലരും കട്ടിൽ ഒഴിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആ കട്ടിലിൽ കിടക്കാനല്ല, ഉപദ്രവവും ശല്യവും തീരാനായിട്ട് കട്ടിൽ ഒഴിയാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്ന് ഇത്രയും അധികം പ്രവർത്തന പരിചയമുള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ചിലപ്പോൾ തോന്നാറുണ്ട്, ഇത്രയും പ്രായമായിട്ടും ഇപ്പോഴും അധികാരത്തിനും അവകാശത്തിനും സമ്പത്തിനും പേരിനും പ്രസിദ്ധിക്കും ചിത്രം വരാനും പത്രപ്രസ്താവനകൾ വരാനും വേണ്ടി തനി ബാലിശമായ രീതിയിൽ പലതും കാണിക്കുന്ന ഇദ്ദേഹത്തിനെ ഒരുപക്ഷെ എന്തുകൊണ്ട് അങ്ങോട്ട് വിളിക്കാത്തത്? അവിടെയും ഈ പ്രശ്നം ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് തോന്നാറുണ്ട്. ആ തോന്നൽ തെറ്റാണെന്ന് അറിയാമെങ്കിലും അങ്ങനെ ഒരു തോന്നൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചു. പ്രണാമം, നമസ്കാരം.